ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അങ്ങനെ യാത്രകൾ, സുഹൃത്തുക്കൾ, യാത്രകൾ. കിഴക്കിൻ്റെ വെനീസ്, കുട്ടനാട്, കൈനകരി വരെ വന്നതാണ് ഞങ്ങൾ. ആറ്റുമുഖം എന്ന് പറഞ്ഞൊരു ജോഡി ഷോപ്പ്. വളരെ മനോഹരമായ അനുഭവമായിരുന്നു. അവിടുത്തെ വീഡിയോ ഞങ്ങൾക്ക് ചില സുരക്ഷാ കാരണങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് മച്ചാ നോക്കിയേ, സുനീർ മച്ച A2 സെറ്റിന്നാണ് ലൈസൻസ് എടുത്തത്. എറണാകുളം ഫോർക്ക് ലിഫ്റ്റിന്റെ ലൈസൻസ് ഉള്ള ആളാണ്. പക്ഷേ മച്ച കൈ കളിയാണ്. പുറകെ ഷോബി ആൻഡ് മിസ്റ്റർ പ്രതീഷ് ലോനപ്പൻ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. മറ്റേ ഷോബി രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള, പിന്നെ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ള ആളാണ് മോൻ. അപ്പൊ വളരെ മനോഹരമായി യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സമർപ്പിക്കുന്നു. കുട്ടനാടിന്റെ വശ്യ മനോഹരമായ ഒരു അനുഭവം. ജെട്ടിയിലോട്ട് പോണേ റൈറ്റ്, അതായത് ബോട്ട് ജെട്ടി, കൈനകരി, നെടുമുടി, കുപ്പുപറ റോഡാണ്. നമ്മള് പുന്നപ്രയിലല്ലേ വന്നത്? പുന്നപ്രയെന്നാണ്. പുന്നപ്ര 20 കിലോമീറ്റർ അല്ലേ? പുന്നപ്ര ഒരു 15 കിലോമീറ്റർ അല്ല 12 കിലോമീറ്റർ കിഴക്കോട്ട് വരുമ്പോഴാണ് ഈ ഷാപ്പ്. ഞങ്ങളൊരു സത്യം പറഞ്ഞ 3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത്. വളരെ മനോഹരമായിട്ടുള്ള ഫുഡായിരുന്നു. എനിക്ക് അങ്ങനെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് എടുക്കാൻ പറ്റിയിട്ടില്ല. കപ്പ പുഴുക്കായിരുന്നു. പുഴുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കായംകുളം പ്രദേശത്തൊക്കെ അസ്ത്രം എന്നൊക്കെ പറയുന്നത് അത്ര വലിയൊരു പുഴുക്ക് ആയിരുന്നു. വളരെ ശാന്തമായ റോഡുകളാണ് ഇവിടുത്തെ പ്രത്യേകത. വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ല. നമുക്ക് വന്നിട്ടൊന്ന് ചില്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് എപ്പോഴും നമ്മളെ കുട്ടനാടിനെ. സാധാരണ ഇവിടെ നേരത്തെയൊക്കെ വരുമ്പോൾ ചെറിയ മഴയുടെ ഒരു അകമ്പടി, പക്ഷേ ഈ പ്രാവശ്യം മഴയില്ല. റോഡ് ഇവിടെ അവസാനിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ചുമ്മാ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തൊരു ചെറിയ ട്രിപ്പ്. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ. മച്ചായുടെ മാരകമായ ഡ്രൈവിംഗ് ആണ്. ഒടിച്ച് വളച്ചെടുക്കുകയാണ് മച്ച. ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് പ്ലാനാണ്. ഷോവി പൂച്ചാക്കൽ ആൻഡ് പ്രതീഷ് ലോനപ്പൻ. പിന്നെ ആരാ? പ്രതീഷ് ലോനപ്പൻ പുന്നപ്ര. വീണ്ടും യാത്ര കുട്ടനാട്. എന്തേ അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മുടെ സുനീഷിനെ കണ്ടു ഇവിടെ, ഓട്ടോ ഡ്രൈവർ. അതിന്റെ ഒരു ആവേശമാണിത്. സുഹൃത്ത് ബന്ധത്തിന്റെ മാരകമായ നിമിഷങ്ങളാണ്. അതാ നമ്മുടെ സുഹൃത്ത് സുനീഷ് സുനീഷിന്റെ ഓട്ടോ സ്റ്റാൻഡ്, കുമരകം ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്ന് വ്ളോഗ് ചെയ്തിരിക്കുകയാണ്. യാദൃശ്യമായിട്ട് ഇതുപോലുള്ള യാത്രകളിലെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോട്ടുള്ള സന്തോഷം. നല്ല കാറ്റുണ്ട് കേട്ടോ. പൂവരശ്ശി മരങ്ങൾ ധാരാളമുള്ള ഏരിയയാണ്. അതുകൊണ്ട് ആ കാറ്റിന് നല്ലൊരു ഇതുണ്ട്. അതാണ് ആ കാക്കി ഡ്രസ് ഇട്ടാണ് നമ്മളെ കണ്ട സുഹൃത്ത്. ഞങ്ങളോട് അവിടെ കമ്പനി വർക്ക് ചെയ്ത് ഫിനിഷ്. ഒരു 6 അടി പൊക്കമുള്ളൊരു മുതലാട്ടോ. ഞങ്ങളെല്ലാം അത്യാവശ്യം പോകുന്നത്. ഞങ്ങളെക്കാളും പൊക്കമുള്ളൊരു മുതല. ഹായ് പറഞ്ഞേരെ, നമ്മളെ ഹായ് പറഞ്ഞേരെ, വീഡിയോ കോൾ ചെയ്യും. ഹായ് വ്ളോഗ്. ഹായ് പറഞ്ഞോട്ടോ ഫിനീഷ്. ഹായ്. വളരെ മനോഹരമായിട്ടുള്ള ചൂടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാണ്ടല്ലോ ശരിക്കും ഒന്ന് നമ്മുടെ ആ കോൺഫിഡൻസ് ലെവല് ഒന്ന് കൂട്ടുക. ഒരു വല്ലാത്തൊരു ഫീലാണ്. ഒത്തിരി നാളായി പൊതുവെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും. പക്ഷേ ഇപ്പം അതിനുള്ളൊരു ദൈവം സഹായിച്ചൊരു അവസരം കിട്ടി. അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിനുവേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ എന്തായാലും എല്ലാം ദൈവം സഹായിച്ച്. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സുനീർ മോൻ, സുനീഷ് മോൻ, എല്ലാം മോന്മാരാണ്. ഈ ഷോബി മോൻ ആലപ്പുഴ ഭാഗത്താന്ന് തോന്നുന്നു പേരുടെ മോൻ. പിന്നെ മറ്റേ സുഹൃത്ത് പ്രതീഷ് ലോനപ്പോൾ ഫോൺ ചെയ്യുന്നു. ഇതേത് ഓട്ടോ സ്റ്റാൻഡ് കളിയാ? കൈനകരി ഓട്ടോ സ്റ്റാൻഡ്. കൈനകരി
അല്ലെ ആ സിനിമാടൻ്റെ വീട് എവിടെയാണ്? കൈനകരി ഒരു സിനിമാടം ഉണ്ടല്ലോ. പുള്ളിയൊക്കെ ഇവിടുന്ന് വിറ്റ്. അവരെല്ലാം ഇവിടെ ഒത്തിരി കലാകാരന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിൻ്റെ മണ്ണ് ഇവിടെ അറിയാമല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു എയർ കണ്ടീഷൻ ഫീലാണ്. കൊടിമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൊഴിലാളികൾക്ക് പ്രസ്ഥാനം, സീതാറാം യെച്ചൂരി സഖാവ് മരിച്ചതിൻ്റെ ഫ്ലെക്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാലൊരു പച്ചപ്പ ഈ ടാറിട്ട റോഡിൻ്റെ ഇടയിൽ. ആ പച്ചപ്പ, ആ നെൽവയലുകൾ, ആ കാറ്റിൽ ആടി ഒഴുകുന്ന ഒരു പച്ചക്കടൽ ഒഴുകുന്ന പോലെ തോന്നും. അത് കാണുമ്പം കണ്ണിനുണ്ടാകുന്നിട്ടുള്ള ഒരു കൂളിംഗ് ഉണ്ടല്ലോ, അപാരമാണ് ആ പച്ചപ്പ്. ആ ഒരു പഴയ കോളിസ് പോകുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഓടിക്കുന്നത്. യാത്രകൾ സുഹൃത്തുക്കൾ, വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഓൺ കൈനകരി കുട്ടനാട്. താങ്ക് യു. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അവര് റൂട്ട് മാപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. അളിയാ നെഹ്റു ട്രോഫി എന്നളിയാ ഫിനിഷ് നെഹ്റു ട്രോഫി കുട്ടനാട് പ്രതീക്ഷ ഒരു ആയി പറഞ്ഞു. അളിയാ നെഹ്റു ട്രോഫി തന്നെ 28-ാം തീയതി. അത് നെഹ്റു ട്രോഫിയുടെ കൈനകരി പാലം ഇതൊക്കെക്കൊണ്ടതാ കാറ്. അതവിടെ സാറേ നമ്മുടെ ഒരു ഷാപ്പുണ്ട് അവിടെ, ആറ്റുമുഖം എന്ന് പറഞ്ഞ ഷാപ്പുണ്ട്. ആ റൂട്ടാ ബോട്ടിങ് തിരക്കിട്ട് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വരികയാണ്. ബോട്ടിങ്ങിന് എവിടെ വരും സാറേ എവിടെ വരുവാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ ആവേശമുണ്ട്. നമുക്ക് ഇതിനകത്ത് ആവേശമില്ല. നമ്മൾ ഇന്ന് തുടങ്ങിയ പരിപാടിയല്ലല്ലോ. വളരെ മനോഹരമായൊരു ഓട്ടോ സ്റ്റാൻഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇല്ലേ? സിനിമയിലൊക്കെ കാണുന്നില്ല അല്ലേ? പുള്ളിപ്പുലിയും മാനും കുട്ടികളിലൊക്കെ കാണുന്ന ഇത് സിനിമ ഷൂട്ടിംഗ് കാണുന്ന സ്ഥലമാണോ? ഷൂട്ടിംഗ് കൊണ്ട സ്ഥലമാണ് മിസ്റ്റർ സുനീഷ് കൈനകാരി ഊന്നി പറയുന്നത്. ബിവറേജ് ജോലി ചെയ്ത ആളാട്ടോ. നോക്കി മൊത്തം ഊഴിച്ച് നോക്കിയല്ലേ അല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ താൽക്കാലികമായിട്ടില്ലേ അല്ലേ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്ത് പഴക്കവും ഉള്ള ഇല്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. സർക്കാർ ഉദ്യോഗസ്ഥർ. അതാ ഒരു പച്ച ബൈക്ക് ഒരാൾക്ക് ഓട്ടം കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് എവിടാ കടത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ കൈനകരിപ്പള്ളി മറ്റേ പുളിങ്കുന്നോ? അല്ലെ പുളിങ്കുന്ന്. പുളിങ്കുന്ന് വേറെ സൗണ്ട് ബോംബൊക്കെ ചെയ്ത പാലം ഇവിടെ. നല്ല സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ നല്ല ഒരു ഇല്ലേ ലൊക്കേഷൻ. കവലയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നോക്കി പച്ചപ്പുണ്ട്, കാറ്റുണ്ട്, വെയിലുണ്ട്, കായലുണ്ട്, നല്ല ഫുഡുണ്ട്. സൂപ്പർ ഫുഡാണ് കേട്ടോ. ആറ്റുമുഖം കൈനകരി ആറ്റുമുഖം ഷാപ്പ്. പക്ഷേ 1.5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം, അല്ലെ അവിടെ പരിചയം വേണം. പക്ഷെ വെടിക്കെട്ട് ഫുഡ്, അജ്ജിയായ നല്ല കുഴ അസ്ത്രം പോലെ ഇരിക്കും. അതിൻ്റെ കൂടെ പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള നമ്മുടെ പരല് പോലുള്ള മീന്, പീര പറ്റിച്ചത്, പിന്നെ നല്ല കേരക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മറ്റേ ചെത്തുകളിലും കുടിച്ചു. പക്ഷേ വെടിക്കെട്ടായിരുന്നു കേട്ടോ. സംഗതി കുട്ടനാടിൻ്റെ ഒറിജിനൽ വൈബ്. കള്ളൊക്കെ നല്ല ക്വാളിറ്റിയോടെ ഉള്ളത് തന്നെ. പിന്നെ മുളനാഴിക്കകത്ത് പ്രത്യേകം വേറെ കിട്ടും. ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും വരാം. ഉമ്മ 1000 നന്ദി.